എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ അഖിൽ മാരാരുടെ ഒരു പുതിയൊരു ലൈവ് വന്നിട്ടുണ്ട്. ഇപ്പോഴും ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് ഈ പുള്ളിക്കാരൻ വന്നിട്ട് ഒരുപാട് മെഴുകാണ്. ഒരുപാട് ഈ പറയുന്ന പേട്ടൻ ഫാൻസൊക്കെ വന്നിട്ട് കമൻ്റ് ഇട്ട് അദ്ദേഹത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞാൽ പേട്ടനെ കുരുക്കിയതാണ്, അതായത് അങ്ങനെ ഒരു കൊട്ടേഷൻ ആരെങ്കിലും കൊടുക്കുമോ എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ അതും വാഹനത്തിൽ വെച്ച് നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൽ പോലും പറ്റില്ല, പിന്നെ എങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ല. അദ്ദേഹത്തിന് അതേക്കുറിച്ചിട്ടൊക്കെ നല്ല അറിവുണ്ടായിരിക്കും, പക്ഷേ നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് അതേക്കുറിച്ചിട്ട് അഭിപ്രായം പറയാൻ സാധിക്കുകയില്ല. പക്ഷേ എന്നാൽ പോലും ഈ പറയുന്ന പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന നമ്മുടെ പേട്ടൻ്റെയൊക്കെ, അതായത് നമ്മുടെ ദിലീപിൻ്റെ ഭാവി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഗൂഢാലോചനകളെന്നോ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ശരിക്കും ആർക്കൊപ്പമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയും ഞങ്ങൾ എല്ലാവരും ഇരയ്ക്കൊപ്പമാണ് എന്ന് പറയുമ്പോഴും വേട്ടക്കാരനൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിന് ഇപ്പോൾ ഈ പുള്ളിക്കാരൻ ഈ ദിലീപ് പുറത്തേക്ക് ഇറങ്ങി വന്ന സാഹചര്യത്തിൽ ഒരുപാട് പേര് ഈ പറയുന്ന അഖിൽമാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അഖിൽമാരുടെ വീഡിയോ ആ ഒരു ലൈവിന്റെ കുറച്ച് ഭാഗം കാണിക്കാം. പിന്നിൽ ഇവരുടെ ഗൂഢാലോചനയാണ് എന്നതിൻ്റെയൊക്കെ സാക്ഷ്യമാണ് ഇന്നേ ദിവസം പുറത്തു വന്ന കോടതി വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്രയേറെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കേസും ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സാധാ കോടതി അല്ലെങ്കിൽ ഒരു സെഷൻ കോടതി ഈ രീതിയിൽ ഇങ്ങനൊരു വിധി പുറപ്പെടുവിക്കുമോ എന്ന ഒരു സംശയം മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. വേണമെങ്കിൽ ദിലീപ് പോയി ഹൈക്കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനാകട്ടെ, ഏതെങ്കിലും രീതിയിൽ സമൂഹത്തിന്റെ പഴി ഒരു സെഷൻ കോർട്ടിലെ ഒരു ജഡ്ജി കേൾക്കേണ്ടി വരുമോ എന്നുള്ള ചിന്തയും ഈ സെഷൻ കോർട്ട് ജഡ്ജിയെ തന്നെ ആക്ഷേപിക്കത്തക്ക രീതിയിൽ മാധ്യമങ്ങൾ നടത്തിയ ചർച്ചകളും ഒക്കെ നമ്മൾ മുൻപ് കണ്ടതാണ്. അപ്പോൾ ഇത്തരം ചിന്തകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു കാരണത്തെ മുൻനിർത്തി ദിലീപിനെയും കൂടി ശിക്ഷിക്കാമായിരുന്ന സാഹചര്യത്തിൽ നിന്നും ദിലീപിനെ വെറുതെ വിടാനുള്ള കാരണമെന്ന് പറയുന്നത് തെളിവിന്റെ ഒരു തരി പോലും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്ന ഒരു വാർത്ത നോക്കൂ. ദിലീപും പൾസർ സുനിയും തമ്മിൽ സംസാരിച്ചതിന്റെ യാതൊരു തെളിവുകളും ഉണ്ടായിരുന്നില്ല. അത്രയും ആസൂത്രിതമായിട്ടാണ് ദിലീപ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാദമാണ് മനോരമ ഇവിടെ മുന്നോട്ട് വെച്ചത്. 10,000 രൂപ അഡ്വാൻസ്, 1.5 കോടി രൂപയ്ക്ക് കൊടുത്ത 1.5 കോടി രൂപയുടെ കൊട്ടേഷന് 10,000 രൂപയുടെ ഒരു അഡ്വാൻസും കൊടുത്തുകൊണ്ട് ഈ ഒരു കൊട്ടേഷൻ, ഈ വിവരക്കേട്, അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിച്ച് ആ പെൺകുട്ടിയെ അപമാനിതയാക്കണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ കൊട്ടേഷൻ കൊടുക്കാൻ തോന്നിയിട്ടുള്ള ഏത് വിവരം കെട്ടവനാണെന്നുണ്ടെങ്കിൽ അവനെ തൂക്കിക്കൊള്ളണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാര്യം ഇതുപോലെ വിവരം കെട്ടൊരു കൊട്ടേഷൻ ലോകത്തെങ്ങും കാണത്തില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിനകത്ത് വെച്ച് ഒരു പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടിയിട്ട് സെക്സ് ചെയ്യണമെങ്കിൽ പോലും അതിന് പ്രയാസമുള്ള സാഹചര്യത്തിൽ ഇത്രയും വിവരക്കേടൊരുത്തം കാണിക്കത്തില്ല. അപ്പോൾ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചവൻ, ഈ പെൺകുട്ടിയോട് നീചമായി പെരുമാറിയവൻ. അപ്പോൾ എന്തായാലും അഖിൽമാരാർക്കും ഈ പറയുന്ന കണക്ക് പുള്ളിക്കാരനാണെങ്കിൽ പലപ്പോഴും നമുക്കറിയാം ഭയങ്കര ബുദ്ധിജീവിയാണ് എന്നൊക്കെ പറയുമെങ്കിലും പലപ്പോഴും മണ്ടത്തരങ്ങൾ മാത്രം വിളിച്ച് പറയുന്ന ഒരു ആൾ കൂടിയാണ് ഈ അഖിൽമാരാർ എന്ന് ഒരു സംശയവും കൂടാതെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഓരോ വ്യക്തികൾക്കും ഓരോരോ തീരുമാനങ്ങളുണ്ട്, ഓരോരോ ചിന്താഗതികളുണ്ട്. ഈ പറയുന്ന പുള്ളിക്കാരൻ ഈ പറയുന്ന ഇദ്ദേഹത്തിനൊപ്പമായിരിക്കും. കാരണം അതുകൊണ്ട് അവർക്കൊക്കെ നേട്ടം മാത്രമേ ഉള്ളൂ. കാരണം ഇദ്ദേഹം ഒരു സംവിധായകനാണ്. അപ്പോൾ ഈ പറയുന്ന പേട്ടൻ തിരിച്ച് സിനിമാ ലോകത്തേക്ക് പഴയതുപോലെ വന്നു കഴിയുകയാണെങ്കിൽ ഇവർക്കൊക്കെ അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്ന പേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥ, പോലീസ് റാങ്കിലുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് കുറേ പോലീസുകാരും കൂടി ചേർന്നാണ് പുള്ളിക്കാരൻ്റെ തലയിലേക്കൊക്കെ ഈ ഒരു കുറ്റം കെട്ടിവെച്ചത് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ പേട്ടൻ പറയുന്നത്. എന്തായാലും നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു.
അപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും കോടതിക്ക് തെളിവുകൾ തന്നെയാണ് മുഖ്യം. തെളിവുകളുടെ അഭാവം എങ്ങനെ ഉണ്ടായി എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ബാലചന്ദ്രകുമാർ ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം നേരത്തെ മരണപ്പെട്ടു പോയില്ലായിരുന്നു എങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു തെളിവായിട്ട് വളരെ സ്ട്രോങ് എവിഡൻസ് ആയിട്ട് ഇരയ്ക്ക് വേണ്ട രീതിയിൽ സംസാരിക്കാനായിട്ട് കോടതി മുറിയിൽ അദ്ദേഹം ഉണ്ടാവുമായിരുന്നു. എന്തോ ദൈവം അദ്ദേഹത്തെ നേരത്തെ വിളിച്ചു. അതുകൊണ്ട് തന്നെ ആ ഒരു തെളിവ് ഇല്ലാണ്ടായിപ്പോയി എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു കേസിൽ ഈ പറയുന്ന അതിജീവിതയാണ് തീരുമാനിക്കേണ്ടത് അവർ സംതൃപ്തയാണോ എന്നുള്ള കാര്യം. അവർ സംതൃപ്തയാണെങ്കിൽ നമുക്ക് വേറെ വിഷയമൊന്നുമില്ല, നമ്മളും തൃപ്ത തന്നെയാണ്. കാരണം അവരാണ് അനുഭവിച്ചത്, അവരുടെ ലൈഫിൽ അവർ അനുഭവിച്ച വേദന, അവരനുഭവിച്ച ആ ഒരു കഷ്ടത എത്രത്തോളമാണെന്ന് അവർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. അപ്പോൾ അതിജീവിതയെക്കുറിച്ചിട്ട് പിന്നീട് വാർത്തകളൊന്നും വരുന്നില്ല. അതിജീവിത കോടതിയിലൊന്നും വന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. എന്ത് തന്നെയാണെങ്കിലും ഇതിനൊരു വിധി വരുമ്പോൾ ഒരുപക്ഷെ അവർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വിധിയാണോ എന്ന് അറിയാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും അവരൊരു പക്ഷേ യെസ് ഓർ നോ ആണല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ വരാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അതിജീവിതയുടെ ഇൻ്റർവ്യൂസോ അവർ പറയുന്ന കാര്യങ്ങളോ ഒന്നും നമുക്ക് വന്നിട്ടില്ല, നമുക്കൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. എന്തായാലും പേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഓക്കെ, അദ്ദേഹം നന്നായിട്ട് ജീവിക്കട്ടെ, നല്ല രീതിയിൽ വരട്ടെ. നേരെ മറിച്ച് ഇനി അവർ മേൽക്കോടതിയെ സമീപിക്കുകയാണെങ്കിൽ പേട്ടൻ തെറ്റുകാരനാണ് എന്ന് തെളിയുകയാണെങ്കിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ഇതിനൊക്കെ ശിക്ഷ കൊടുക്കേണ്ടത് കോടതി തന്നെയാണ്. പിന്നെന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും